സോ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഇൻട്രോ നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ഭാഗ്യശാലി ആരുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം എക്സ്ക്ലൂസീവ് ഒരു കണ്ടന്റ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. ഇതെങ്ങനെ ഇരിക്കണു? നല്ല വെടിക്കെട്ട് കണ്ടന്റ് അല്ലേ? അതാണ് പറയാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. സോ വൺസ് അഗൈൻ വീണ്ടും പറയാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ. അതായത് നമ്മുടെ മമ്മൂട്ടി ഈ പ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലിൽ വരുന്നുണ്ട്. വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുവരെ ന്യൂസ് ലഭിച്ചിട്ടില്ല. നാളെ ആകുമ്പോഴേക്കും ഒരു വ്യക്തമായിട്ടുള്ള ന്യൂസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതല്ല ഇത് പ്രധാന കാര്യം. നമ്മുടെ ഷൂട്ടിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലാണല്ലോ. ഈ സീസൺ നടന്നത് ബിഗ് ബോസ് സീസൺ 6 ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് നടക്കാൻ പോകുന്നത് പണ്ടത്തെ റോബിന്റെ ഒക്കെ സീസൺ പോലെ തന്നെ മുംബൈയിൽ വെച്ചാണ്. പരിപാടി തീ പാർന്ന് തന്നെ പറയാം. അൾട്ടിമേറ്റ് ആണല്ലോ. അതിലല്ല രസം. നമ്മുടെ ലാലേട്ടനല്ല ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അഗ്രിമെന്റ്, നമ്മുടെ ലാലേട്ടന്റെ അഗ്രിമെന്റ് ഇന്നത്തോടെ 6 വർഷമായി തീരാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ അഗ്രിമെന്റ് ഇടുന്നത് നമ്മുടെ മെഗാസ്റ്റാർ ആയ മമ്മൂട്ടിന്റെ കൂടെയാണോ എന്നൊരു ചോദ്യം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് മമ്മൂട്ടി വരുന്നുണ്ട്, എന്തിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഊഹാഭാവം വരുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി ഉറപ്പായിട്ടും ഈ ഗ്രാൻഡ് ഫിനാലയിൽ കാണും. എന്തിന്റെ ഭാഗമായിട്ട് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. എന്തായാലും ആ ഗ്രാൻഡ് ഫിനാലയിൽ തന്നെ റിവീൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അൾട്ടിമേറ്റ് എങ്ങാനും മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് തീ പാർന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി അല്ലേ. ഇത്രയും ദിവസം ലാലേട്ടൻ ചെയ്ത പരിപാടി വേറൊരാൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യുക, നമ്മുടെ മമ്മൂട്ടിന്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവം എങ്ങനെയായിരിക്കും, എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും തീ പാർന്ന് തന്നെ പറയാം. എന്തായാലും ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങളെ അറിയാൻ സാധിച്ചില്ല ഇങ്ങനെ ഡൗട്ടുള്ള കാര്യം. എന്തായാലും ഇത് അറിയിച്ച നമ്മുടെ ഈ CS റോക്കസ് എന്ന് പറഞ്ഞ ചാനലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിക്കുക. നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ലഭിക്കുന്നതായിരിക്കും. കിട്ടിയോണ്ട് എന്റെ പൊന്നളയാ ടപ്പ് എന്ന് പറഞ്ഞ ഞാൻ ചാനലിൽ ഇടുന്നു, നിങ്ങൾക്ക് അത് കൊത്തിക്കൊണ്ട് പോവാം. അപ്പൊ അത് കിട്ടാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ മമ്മൂട്ടിന് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ റെഡ് ആർട്ട് ഇടുക. അതേസമയം നമ്മുടെ ലാലേട്ടന് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ ഒരു ബ്ലൂ ആർട്ട് കമന്റ് ചെയ്യുക. പിന്നെ രണ്ടുപേരും കട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞില്ലേ, എനിക്കൊരു ലൈക്ക് അടിച്ചുകൂടെ?